പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാച്ചൻ്റെ അടിയന്തരം കേട്ടോ. അപ്പോൾ അത് കൂടാനായിട്ട് കുഞ്ഞിനും അച്ചൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ അവിടെ പോയി ആരും കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളേക്ക് കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. ആണ് ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അമ്മയുടെ അച്ഛനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവരെ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ അവർ റെഡി ആയിക്കോട്ടെ വിചാരിച്ച് നമ്മൾ വേഗം തന്നെ തറവാട്ടിക്ക് പോയിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ കാത്തുമ്മ ആദ്യം കുണിക്കീര ചെരുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. കുണിക്കീര ചെരുപ്പ് എവിടെ കണ്ടാലും അവൾക്കിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ മാറ്റി അവളെ ചെരുപ്പ് തന്നെ നമ്മളിട്ട് കൊടുത്ത് അവിടെ നിന്ന് വീട്ടിലേക്ക് തറവാട്ടിക്കാകെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞനും അച്ചും കുണുക്കനും കുണിക്കും പിന്നെ വരാമെന്ന് പറഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യമേ ഇറങ്ങി. അപ്പം കാത്തുമ്മക്ക് ഇപ്പോൾ കാണാപ്പാടാണ് തറവാട്ടിക്കുള്ള വഴി ഫുള്ളും. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് നടന്നോളുമ്പോൾ കൈയൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പം ഞാനുമായിട്ട് ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് നടക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ കുറച്ച് നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നോക്കി നടക്കുന്നതാണ്. നമുക്ക് നമ്മളെ ഭംഗി നോക്കി ഒരു പ്രത്യേക സന്തോഷമുള്ള ദിവസമാണല്ലോ. അതിനെ തറവാട്ടിലെത്തിയതും മുളക്കാത്തുമ്മയുടെ സ്വഭാവം മാറി. ആൾക്ക് അപ്പം തന്നെ ഫുഡ് കഴിക്കണം. വിശക്കുണ്ട് എത്ര. രാവിലെ വീട്ടിൽ നിന്ന് ദോശ കഴിച്ച് വന്ന ആളാണ്. പക്ഷെ ആൾക്ക് വിശക്കുണ്ട് എത്ര. സദ്യ കണ്ടതിൻ്റെയാണ്. പിന്നെ അവരാരും വരാൻ വേണ്ടി ഇവള് വെയിറ്റ് ചെയ്തില്ല. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ മൂന്നാൾ ഫുഡ് കഴിക്കായിരുന്നു, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് അച്ഛനമ്മയൊക്കെ ഫുഡ് കഴിക്കായിരുന്നത് കേട്ടോ. കുഞ്ഞ് ഒരിക്കൽ ചോറുണ്ടല്ലേ, ഒരിക്കൽ ചോറുണ്ടല്ലേ നിന്റെ അയിലേന്ന് നക്കി തിന്നു. പഴം 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 കാത്തോ നിന്റെ പഴം. അവിടെ 2 പപ്പടം വെച്ച് കൊടുക്കട്ടാ അറ്റത്തിരിക്കണവന്. ആ അവന് പപ്പടം ഇത്തിരി കണ്ടാ കാത്തോ. നിന്റെ ഒക്കെ ഇങ്ങോട്ടേക്ക് വലിയുണ്ട് കേട്ടാ, നീ സൂക്ഷിച്ചോ. കാത്തുമ്മ അതിനെക്കാട്ടി നല്ല ഇല അപ്പുറത്തേക്ക് നീക്കി വെച്ച് കൊടുക്കട്. ഒക്കെ അമ്മാമ്മ എടുത്തോണ്ട് പോവാ. ഇത് കുട്ടിക്കൊന്നുമില്ലേ. ആ അത് നോക്ക്, അവളെ അപ്പുറത്തുനിന്ന് ഒഴിവാക്കി കൊടുക്കുക നൈസായിട്ട്. അവൾക്ക് വേണ്ടാത്തൊക്കെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കുക. ആ മധുര മധുര അത് നോക്കുക. കുണ്ടൊന്നുമില്ല, നീ അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് വരമ്പിട്ട് കൊടുത്തോ അല്ല കാത്തോ. ഓ അമ്മി അമ്മയുടെ തിന്നുന്ന മകൾ മകൾ ഇന്നത്തെ ക്യാപ്ഷനായി. താങ്ക് യു താങ്ക് യു. ആ കുഞ്ഞ ഒരു ഉരുള കൊണ്ടിട്ട് ഗോകുലിന് വെച്ച് കൊടുക്കൂ. അത് കുഴപ്പമൊന്നുമില്ല, നീ വെച്ച് കൊടുക്കാൻ. എനിക്ക് ക്യാപ്ഷൻ ഉണ്ടാക്കണം. മഞ്ഞ ഉരുള ഉരുട്ടി ഗോകുലിന് വെച്ച് കൊടുക്കുന്നു കുഞ്ഞ്. അതാ പറഞ്ഞേ, മഞ്ഞ ഉരുളാക്കി കൊടുക്കുന്ന അല്ലെ ഗോകുലെ. പഴം കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ വായിൽ വെച്ച് കൊടുത്ത വായിലേക്ക് പഴം വെച്ച് കൊടുക്കുന്ന ഗോകുൽ. ഇങ്ങനത്തെ സാധനങ്ങൾ വേണം, എന്നാലേ നടക്കുള്ളൂ. അച്ചോ ഈ അച്ചുവിന്റെ 2 സൈഡിൽ പപ്പടം വെച്ചിട്ട് അതിർത്തിട്ട പോലെയാണല്ലോ. എന്താ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അവിടെ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. കാരണം കുഞ്ഞിനൊക്കെ ഇപ്പം ഇടയ്ക്കല്ലേ വരുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ അവരെ കൂടെ തന്നെയായിരുന്നു. കുറേ ടൈം വർത്താനം പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് അങ്ങനെ എല്ലാവരും വർത്താനം പറയുമ്പോഴാണ് അമ്മ വീഡിയോ എടുത്ത് തന്നെ കണ്ടത്. അപ്പോൾ പിന്നെ അമ്മ വീഡിയോ എടുത്ത് തന്നെ കണ്ടപ്പോൾ ഏട്ടൻ വീഡിയോ ഓണാക്കി, കുഞ്ഞ് ഓണാക്കി. അതിനത് അവിടെ ചുറ്റും വീഡിയോകളായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങള് ഇങ്ങനെ ഒരു മുഹൂർത്തം കാണാണ്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നല്ല
ഭംഗി ഉണ്ടാവോ? കാശ് പോയ പിന്നെ ഭംഗി വരും. എന്താ അറിയോ? മീശ നോക്കി കുഞ്ചവെള്ളത്തിന്റെ ഇതുപോലെയാക്കി വെച്ചോ. ഞാനൊന്ന് വന്നോക്കില്ലേ മീശ വെച്ചിട്ട് ഞാൻ പറഞ്ഞ മീശ മീശ അച്ഛനെന്താ അറിയോ? അവിടത്തെ ഇന്ത്യക്കാരൻ അച്ഛന്റെ മുകളിൽ അങ്ങ് പാടും അങ്ങ് തോന്നും. അതാണ് അങ്ങനെ എന്തായാലും ഇന്നത്തെ ഈ തുടക്കം നല്ലതിനാവട്ടെ, അടിപൊളിയാവട്ടെ. ഞങ്ങൾ ഇന്ന് സത്യം പറഞ്ഞ അടിച്ചു പഠിക്കാൻ പോവാ അല്ലേ? നമുക്ക് വിചാരിച്ചു നാളെ രാവിലെ വിട്ടാലോ? രാവിലെ പഠിക്കാത്തോ? രാവിലെ പോലെ വെറുതെ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ എവിടെ പോയി നിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒന്ന് പണി ഒന്ന് ദിവസം കറങ്ങി വരെ വേണ്ടോ? ഇന്ന് പോവാൻ പറ്റില്ല. ഇന്ന് വേറെ കുറെ പ്ലാനിങ് ഇട്ടുണ്ട്. ഇന്ന് പോവാൻ പറ്റില്ല. കുറെ പ്ലാനിങ് ഇട്ടുണ്ട്. അത് വിഷയ കേസൊന്നല്ല. നമുക്ക് പോവാണ്ടിരിക്കാൻ പറ്റിയ ഓക്കെ. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഫ്രെയിം ആയിരുന്നു ഇത്. പണ്ടത്തെ പോലെ അമ്മേരെ അപ്പുറം അപ്പുറം ഞാനും കുഞ്ഞനും നിൽക്കുന്നത്. അപ്പോൾ അതാ കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് ഈ വീഡിയോ എത്ര കണ്ടിട്ട് മടുത്തിയാവണില്ല. ഇൻസ്റ്റയിലിട്ട വീഡിയോ ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അതേപോലെ അച്ഛനും ബേബിയും കുണുക്കനൊക്കെ ആയിട്ട് നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വന്നപ്പോൾ അമ്മേനെ കളിയാക്കി ഓടിക്കുകയാണ്. പിന്നാലെ നമ്മളെ ചക്കമ്മ വന്നു കുശുമ്പോണ്ട്. പിന്നെ ഇങ്ങനെ ഏട്ടൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവസ്ഥ. എടുത്ത് കിക്കിലാക്കി എടുത്ത് പൊക്കുക, ഈ പരിപാടിക്കൊന്നും അവനൊരു കുറവുമില്ല. അങ്ങനെ അതാ രണ്ടാളും അച്ഛൻ്റെ തോളത്ത് കൈ കിട്ടി നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ അച്ഛൻ്റെ മുഖത്ത് സന്തോഷം നമുക്ക് കണ്ടറിയാം. അത്ര സന്തോഷത്തിലാണ് അച്ഛനും കുണുക്കനൊക്കെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് 3 ആളെന്നല്ല 3 ഭാര്യ ഭർത്താക്കന്മാർ പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇങ്ങനെ പ്ലേയിൽ വരുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിന് പലരും പല നെഗറ്റീവ് പറഞ്ഞാലും പക്ഷെ ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ മെമ്മറീസാണ് അല്ല, കുറേ വർഷം കഴിഞ്ഞാലും കാണാൻ പറ്റുന്ന വീഡിയോസാണ് ഇതൊക്കെ. ഇത് പരട്ടളിയനാ, വെറും പരട്ട. ഇങ്ങനെ കുടിച്ചിട്ട് കുത്തോത്തില്ല, അതിന് കുത്തി ഒഴിവാക്ക്. കുണിക്കേ പരട്ടക്കുരു ഇങ്ങോട്ടോ. ക്യാമറമാൻ ഷെബിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽ. എന്താണ് ഇങ്ങോട്ട്? നിങ്ങൾക്ക് കുശുമ്പല്ലേ? എന്നാ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഒരു കുശുമ്പല്ലേ? ഇത് എവിടെ തിരിഞ്ഞാലും ക്യാമറ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാ. ഇതെങ്ങട്ടാ പോണേ? പന്തും കൈ പിടിച്ചിട്ട് പോണേ നിങ്ങള്? ഇങ്ങോട്ട് കാണാൻ നിങ്ങളല്ലേ ഇവിടെ ഇവർക്ക് കൈ പിടിച്ചിറക്കാം. അവർക്ക് കൈ പിടിച്ചിറക്കാം. ഏകദേശം അനുഭവിച്ചിറക്കുക. എനിക്ക് കൈ പിടിച്ചിറക്കാൻ ഇനിയിപ്പൊ പ്രായമായാലും കുഴപ്പമില്ല. നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏടം പാല എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ എന്ത് പ്രശ്നം? പക്ഷെ ഇവിടെ ഒറ്റത്തായി മാത്രമേ ഉള്ളൂ. ഇതിനൊരു കൂട്ടായിട്ട് ഈശ്വര. അയ്യോ, പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ആണല്ലോ. പോസ്റ്റ് ഓഫീസ് ഓപ്പൺ ആണല്ലോ. ഇടയ്ക്ക് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുന്നുണ്ട് കാത്തോ. ഇവിടെ മാത്രം കൂട്ടുന്ന ആളായിട്ടില്ല. ബാക്കി ഇതൊക്കെ ഇവര് സെറ്റാണ്. ഇവര് ചേട്ടൻ അനീത്തി അങ്ങനെ സെറ്റാ അല്ലേ? 4, 5, 6 ആണ്. എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞൻ എല്ലാവർക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നതായിരിക്കും. ഗൂഗിൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ. എന്നിട്ടാണ് നമുക്ക് പരിപാടികൾ ഗ്രാൻഡായി കാറ്റാളെ കൊച്ചു ദിവസം അമ്മയുടെ വയറ്റിൽ ഉണ്ണിയുണ്ടോ വെച്ച് നടക്കുന്നുണ്ട് ഇല്ലേ? പിന്നെ കേട്ടാ കാറ്റു കാറ്റ ഉണ്ണീനാ എവിടെ ഉണ്ണി?
അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും എന്നറിയാം. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് പറയുന്ന ഒരാൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് നമ്മൾ ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ വീണ്ടും തെറ്റിക്കാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വിടും. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. കുറേ നാളെ അച്ഛൻ്റെ ചുറ്റും ഇങ്ങനെ അച്ഛൻ്റെ 4 മക്കൾ നിന്നിട്ട് ഇപ്പം 4 പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല കേട്ടോ. അപ്പം കാത്തുമ്മയും ഒപ്പത്തിനൊപ്പം നിൽക്കും. അച്ഛനെ അച്ഛാന്ന് വിളിക്കുള്ളൂ. പെബീനെ അപ്പാന്നും അച്ഛനെ അച്ഛാന്ന് വിളിക്കുക. ഞങ്ങൾക്ക് അച്ഛാന്ന് വിളിക്കാനായിട്ട് അവൾ അച്ഛാന്ന് വിളിക്കുക. എന്ത് നിങ്ങൾ എന്നോടാണ് വന്ന് പറയാം. വയ്യാതെ കിടന്ന് ഞാനാണ് വന്ന് വോട്ട് ചെയ്യാൻ പോയത്. എന്നിട്ട് എന്നോട് പറഞ്ഞു 3ാമതാണ് എന്നെ 1ാമതാക്കണെന്ന്. ഞാൻ ആക്കിത്തരാം. ആയോ ആയില്ലേ? സ്മരണ വേണം. സ്മരണ. പിന്നെ കുറേ നേരമായിരുന്നു വർത്താനെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലേക്ക് പോയി. അവിടേക്ക് പോയത് വേറെ ഒന്നുമില്ല, നമ്മൾ വീട്ടിലത്തെ സാധനങ്ങൾ ഫുള്ളും കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്കും മേടിക്കണം ഞങ്ങൾക്കും മേടിക്കണം. അപ്പം അത് മേടിക്കാനായിട്ട് പോയതാട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി കുറച്ച് നേരം കറങ്ങി നടക്കാം എന്നുള്ള ചെറിയൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന അങ്ങോട്ടും ഇവിടെയൊക്കെ ഓരോ വീഡിയോസൊക്കെ എടുത്തതാണ്. ഇതൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഷോർട്സ് ആക്കിയിട്ടൊക്കെ പോസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് ഫോൺ ഗാലറിയിൽ വെക്കും. ഇതൊക്കെ എപ്പോഴും എടുത്ത് കാണുമ്പോൾ രസമല്ലേ. പിന്നെ അതിന് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ നമ്മളെ കാത്തുമ്മയ്ക്ക് ബസ്സിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവൾ മെല്ലെ അങ്ങോട്ട് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതിൽ വണ്ടിച്ചാട്ടമില്ല, വണ്ടി ഓടിക്കുന്ന ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം സമാധാനിപ്പിച്ചിട്ടാണ് അവളെ അവിടെ നിന്ന് കൊടുത്തത്. ഇപ്പോൾ കുണുക്കനും കുണിക്കും ഇങ്ങനത്തെ ഒന്നും കണ്ടാൽ അവർ വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യില്ല. പണ്ടൊക്കെ അവർക്ക് ഉണ്ടായിരുന്ന സ്വഭാവം, പക്ഷേ ഇപ്പം അവർക്കില്ല. ഇപ്പം നമ്മൾ കാത്തുമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഞാനും പെബിയല്ല ആൾ എന്തെങ്കിലും ഉണ്ടായപ്പോൾ കണ്ട് അവിടെ നിന്ന് ആളെ പിടിച്ചുകൊണ്ട് പോരും. എപ്പോഴും നമ്മൾ ഇങ്ങനത്തേലൊന്നും കയറ്റില്ല കേട്ടാ. പിന്നെ നമ്മൾ ഇങ്ങനെ ആൾ വാശി പിടിക്കുമ്പോൾ കയറ്റാൻ തുടങ്ങിയാൽ അവളൊരു വാശി സ്ഥിരമാക്കും. പിന്നെ അതാ അവിടെ ഇങ്ങനെ ട്രേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാത്തുമൂടെ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നാണ് അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നിലേക്ക് നിൽക്കാനുള്ള ധൈര്യമൊന്നുമില്ല, ആൾക്ക് പേടി കൂടുതലാണ്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം നേരെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തൊക്കെ മേടിക്കണം എന്നുള്ള ആലോചനയിലാണ് അമ്മയും ഞങ്ങളൊക്കെ അച്ഛനും കുഞ്ഞനും കൂടിയിട്ട്. ഇപ്പം അവിടെ എന്തൊക്കെയാണ് ഓഫർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു തരിക കേട്ടോ. അമ്മ ലിക്കറിന് ഓഫറുണ്ട്, അതിന് ഓഫറുണ്ട്, ഇതിന് ഓഫറുണ്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞു തരുന്നത്. കാരണം മെയിനായിട്ട് നമുക്ക് തിരുവള്ളി ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഈ ഒരു പർച്ചേസിങ്ങിന് ഞാൻ രക്ഷപ്പെട്ട കേസ് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ കാത്തുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഫുൾ ടൈം കുഞ്ഞിൻ്റെ അടുത്തായിരുന്നു. കുറേ നാൾക്ക് ശേഷം കാണുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഭയങ്കര ആവേശമാണ്. കുഞ്ഞിൻ്റെ അടുത്തൊന്നും മാറില്ല. അതുകൊണ്ട് ഞാൻ കുറേ ഫ്രീ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീടെത്തിയതിന് ശേഷം രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് പച്ചക്കറി അല്ലേ. അപ്പം ഇന്ന് മീൻ കറിയും മീൻ വറുത്തതും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും ചോറും പിന്നെ ചെറുപയറുപ്പേരും എല്ലാം കൂട്ടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്നതും അച്ഛൻ പെട്ടെന്ന് തന്നെ മീൻ നന്നാക്കിയാന്നു. മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അമ്മയും മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആ താപ്പിൽ ആ മീൻ കറിയിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്തിട്ട് രാവിലത്തെ പുട്ടിലൊഴിച്ചു. മീൻ കറിയും പുട്ടും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്താണോ ഇപ്പം മീൻ കറി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആർത്തിയാണ്. എന്തോ എനിക്ക് പച്ചക്കറിയോട് അത്ര വലിയ പ്രിയമില്ല കേട്ടോ. എനിക്ക് നോൺ വെജായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം. അതുകൊണ്ടാണ് ഞാൻ പുട്ടും മീൻ കറിയും അടുക്കളയിൽ തന്നെ ഇരുന്ന് കുറച്ച് കഴിച്ചു. ബാക്കിയുള്ളവരെ പുറത്തിരുന്ന് വർത്താനം പറച്ചിലാട്ടാ. അപ്പം അമ്മ പറഞ്ഞു അവിടെ നിന്ന് മാറും, എനിക്ക് ഇവിടെ പണിയെടുക്കണ സ്ഥലം വേണം എന്നുകൊണ്ട് എന്നെ ഒടിക്കുകയാണ്. നീ അവിടെ പോയിരുന്ന് കഴിച്ചു, നിൻ്റെ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ കൊണ്ട് എന്നെ വിട്ടയച്ചതാണ്. പക്ഷെ എന്നാലും അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവരെ കൂടെ തിന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ചോറ് തിളയ്ക്കുന്നുണ്ട്, മീൻ കറി ആവുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ അങ്ങനെ അതാ ചിക്കനും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പോൾ പിന്നെ ചിക്കൻ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അമ്മ അവിടെ ബാക്കിൽ കാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ആ വാച്ചൊക്കെ ഒന്ന് ഊരി കൊണ്ടുപോയി വെച്ചിട്ട് അവളതൊക്കെ എൻ്റെ ഊരിയിട്ട് കൊണ്ടെടുത്ത് വയ്ക്കുന്നുണ്ട്.
ചിക്കനെല്ലാം ചെറിയ പീസായിട്ട് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബ്ലഡെല്ലാം പോയി നല്ല വൃത്തിയിൽ കഴുകുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. എനിക്കും അത് കുറച്ച് നിർബന്ധമായിരുന്നു. ഞാൻ പതുക്കെ ഓരോ പീസ് എടുത്തെടുത്ത് നന്നായി വൃത്തിയിൽ കഴുകും. ചിലവരിത് കണ്ട പറയും ഈശ്വരൻ എന്തോരം വെള്ളം കളയണേന്ന്. ഞങ്ങൾക്കിവിടെ വെള്ളത്തിന് ക്ഷാമമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. നമ്മളെപ്പോഴും പാത്രം കഴുകുമ്പോഴാണെങ്കിലും എല്ലാം നല്ലോണം വെള്ളം യൂസ് ചെയ്യും കേട്ടോ. ചിലരൊക്കെ ഭയങ്കര വെള്ളം കുറവുകൊണ്ട് ചെയ്യണവരുണ്ട്. ഞങ്ങളങ്ങനെയല്ല, അത്യാവശ്യത്തിന് ഏറെ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഞാൻ പറഞ്ഞ ആ ഓർമ്മ അന്ന് മുതൽ അത്യാവശ്യം വെള്ളമുള്ള വീട്ടിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ പൈപ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളം പോകുമ്പോഴൊന്നും നമുക്ക് അത്ര വലിയ മൈൻഡോ കാര്യങ്ങളൊന്നും പോവില്ല. നമ്മളതൊക്കെ ഇരുന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ള ചിന്ത മാത്രമേ മനസ്സിൽ ചിന്തിക്കുള്ളൂ. അങ്ങനെ അതൊക്കെ കഴുകി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടി കിട്ടി. ചിക്കൻ കറിക്കുള്ള സബോള അരിയാന്ന് വിചാരിച്ചു, ഞാനും കുഞ്ഞിനും കൂടിയിട്ടാട്ടോ. ഈ ഒരു വർഷത്തെ ഒരുപാട് കഥകൾ ഞങ്ങൾക്ക് അവളോടും പറയാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സംസാരിച്ചും ചിരിച്ചും കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ മിൻറ്റേൻ്റെ ക്ഷണിൽ ഇന്ന് ഫോൺ വിളിക്കെങ്കിലും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പണി ചെയ്യാനൊരു ബുദ്ധിമുട്ടേ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടം തോന്നി അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് വർത്തമാനം പറയാൻ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ പണിയെടുക്കാൻ ചെറിയൊരു ഉഷാർ കൂടുതലായിരിക്കും. നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് പോകണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നുള്ള പ്ലാനിങ്ങൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മ അവിടെ മീൻ വറുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ, അച്ഛൻ അപ്പുറത്ത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് തരുന്നുണ്ട്. ഏട്ടനും അച്ഛനും പുറത്തിരുന്ന് വർത്താനം പറയുന്നുണ്ട്. ഉണ്ണികളവിടെ കളിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ഭാഗത്താണ്. അപ്പോഴേക്ക് അമ്മ ചിക്കൻ മസാല പരട്ടാളല്ലാതും എനിക്കവിടെ സെറ്റാക്കി വെച്ച് തരുന്നുണ്ട്. അമ്മയുടെ കൈ മുറിഞ്ഞുകൊണ്ട് തന്നെ എന്നോട് പരട്ടി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് അമ്മ അതിലേക്കുള്ള കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. എനിക്ക് കുഞ്ഞിന് സബോളയും കുറച്ചധികം ടൈം വേണം. എനിക്ക് പേടിയ കൈ മുറിയുന്നു. അപ്പോൾ ഞാൻ പതുക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുള്ളൂ. കൈ മുറിഞ്ഞാലുള്ള വേദന എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എനിക്കിപ്പോഴും അത്യാവശ്യത്തിനേറെ സൂചി കുത്തുന്നത് പേടിയുള്ള ഒരാളാണ്. പ്രസവിച്ചു എന്നാലും ഇങ്ങനത്തെ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ്. പിന്നെ കുഞ്ഞനും ഇതേപോലെ ചെറിയ പേടിയുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാണ് ചെയ്യുക. അച്ഛനമ്മയും നല്ല സ്പീഡിൽ അരിയിട്ടുണ്ട്. കൈ മുറിഞ്ഞ് കഴിഞ്ഞാൽ കൈമൊരു പന്തം കെട്ടി നടക്കും. ഞങ്ങൾ ആ പരിപാടിക്ക് നിൽക്കില്ല, മാക്സിമം ശ്രദ്ധിക്കും. ആ കുഞ്ഞൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്. അവിടെ നല്ല മൂർച്ചയുള്ള കത്തി അത്ര. അപ്പോൾ അതുകൊണ്ട് സബോള അരിഞ്ഞപ്പോൾ കൈ മുറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ എത്ര മൂർച്ചയുള്ള കത്തിയാണ് ഞാൻ അത്രയും മെല്ലെ ചെയ്യുള്ളൂ. എനിക്ക് പേടിച്ചിട്ടാ ചോര വരുന്ന ചെട്ടുന്നീറ്റൊക്കെ ആലോചിക്കാൻ പോലും വയ്യ. ഇപ്പം ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ടൈം. നമ്മൾ വീടെത്തുമ്പോൾ തന്നെ ഒരു 8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. 6:45 അവിടെ നിന്ന് ഇറങ്ങിയാലും നല്ല ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീടെത്തുമ്പോൾ ഒരു 8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എത്തി. അമ്മ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി, ഞങ്ങൾ കുഞ്ഞിനും ഡ്രസ്സ് മാറി. എൻ്റെ ഡ്രസ്സെല്ലാം വീട്ടിലായതുകൊണ്ട് ഞാൻ ഇട്ട ഡ്രസ്സ് എടുക്കാൻ തന്നെ അടുക്കളയിൽ കയറിയിട്ടാ. അങ്ങനെ അതെല്ലാം കഴിച്ചപ്പോൾ എൻ്റെ ചിക്കൻ മസാല പരന്ന പണിയിലേക്ക് കടന്നു. ഇതിങ്ങനെ പരട്ടി വെക്കാനൊക്കെ നല്ല രസം തന്നെയാണ്. അത് കഴിഞ്ഞ് കുറച്ചടിച്ച് ഫ്രിഡ്ജിലാണ് കൊണ്ട് വയ്ക്കേണ്ടത്. എന്താ വേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിരിക്കും. ഭയങ്കര ചെട്ടുനീറ്റാട്ടാ. അതെന്താണെന്നറിയില്ല, എനിക്കും അമ്മയ്ക്കും ഒടുക്കത്തെ നീറ്റത്തിൻ്റെ കാര്യമാണിത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയും കൂടിയാണ് ഈ മസാല പരട്ടി വയ്ക്കൽ. കാരണം കൈ ഭയങ്കരമായിട്ട് പുകച്ചിലാണ്. ചിലവർക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെയുണ്ട്, എൻ്റെ കൈ നന്നായി ചെട്ട് നീറും. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അമ്മയുടെ കൈ മുറിഞ്ഞിരിക്കണോണ്ടാട്ടോ, അല്ലെങ്കിൽ അമ്മേനെ ചെയ്യാറ്. അമ്മയുടെ കൈ മുറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാൻ ഏറ്റെടുത്തതാണ്. അങ്ങനെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 നാളും കൂടിയിട്ട് ഓരോന്നും മേശയിൽ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ അത് ഏറ്റെടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ടേക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കെട്ടുവിനൊരു പ്രത്യേകത ഉണ്ട്, ലൈറ്റെല്ലാം ലാസ്റ്റ് ഇടുള്ളൂ, ആദ്യമൊക്കെ ഒന്നും ചെയ്യില്ല. അങ്ങനെ നല്ല മുളക് ഇട്ട് വെച്ച പട്ടത്തി മീൻകറി കേട്ടാം. അങ്ങനെ നമ്മളെ ഫുഡ് ഫുള്ളും റെഡി ആയിട്ട് മേശമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കണ്ട നമ്മളെ കാത്തുമ്പോൾ ആദ്യമേ മേശമ്മ കയറി ഇരിക്കും. അതാൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്ക് ആദ്യം ഇരിക്കണം. അതാൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ കുഞ്ഞെ വിളമ്പി കൊടുത്താൽ മതി, കുഞ്ഞെ വായിൽ വെച്ച് കൊടുത്താൽ മതി, അങ്ങനത്തെ കുറേ വാശികളും ആൾക്ക് ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ അത് ഓരോരുത്തരോടും വായോ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു പറഞ്ഞാൽ വരണ്ടേ, നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുടിക്കാനുള്ള വെള്ളം കാര്യങ്ങൾ ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുണുക്കമ്മോൻ്റെ വക സ്നേഹപ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുമ്പോൾ
അപ്പോൾ ഒപ്പഴിന്ന് കഴിച്ചിട്ട് അവൻ്റെ വയറ് ഫുള്ളായി, അവന് ഫുഡൊന്നും വേണ്ട, ചിക്കൻ കഴിച്ചിട്ട് വയറ് ഫുള്ളായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവ ഒന്നും കഴിച്ചില്ല കേട്ടാ. അവളെ കുടിക്കുമ്പോഴും കാത്തുമ്മി അങ്ങനെയല്ല, ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അവർ വന്നിരിക്കും, അവർക്ക് ആവശ്യമില്ലെങ്കിലും അവർ വന്നിരുന്ന് കുറച്ചെങ്കിലും ഫുഡ് കഴിക്കും. കാത്തുമ്മ കുറച്ച് കഴിക്കുള്ളൂ. പക്ഷെ ചക്കമ്മ അങ്ങനെയല്ല, ചക്കമ്മയ്ക്ക് ആവശ്യമുള്ള ഫുഡ് അവൾ ഇരുന്ന് കഴിച്ചോളൂ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ്, മീൻകറി കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾ നല്ല ഇഷ്ടത്തിന് ഇന്ന് ഫുഡ് കഴിച്ചു. പിന്നെ അച്ചുവിനും ബെബിക്കും രാത്രി ചോറുണ്ണുന്നത് വലിയ ഇഷ്ടമല്ല. പിന്നെ മീൻകറി ഇട്ട് ചോറ് കഴിക്കുന്നതും ഇഷ്ടമില്ലാത്ത 2 ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നപ്പോഴും ഈ എലക്ഷൻ ജയിച്ചതിൻ്റെ ദിവസം അതിൻ്റെ തിരക്കൊണ്ടൊക്കെയാണ് തോന്നുന്നു. സാധാരണ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തണ പൊറോട്ട നമുക്ക് 1.5 മണിക്കൂർ എടുത്തിട്ടാണ് പൊറോട്ട വന്നത്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർ വരുന്നത് കാണാതെയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ബ്രെഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ ബ്രെഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊറോട്ട എത്തിയത്. പൊറോട്ടേനെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വിശന്ന് പട്ടിയായേനെ. അപ്പോൾ കുഞ്ഞ് നമ്മളെ കാത്തുമ്മയ്ക്ക് ഫുഡ് വായിലച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞനും ബ്രെഡ് തന്നെയാട്ടോ കഴിച്ചു. പക്ഷേ എനിക്ക് കുറേ നാളെ ചോറും മീൻകറിയും കഴിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ അച്ഛനമ്മരോടെ മീൻകറിയും ചോറും മീൻ വറുത്തതും ചിക്കൻ വറുത്തതും ഒക്കെയാട്ടോ കഴിച്ചത്. എന്ത് ടേസ്റ്റായിരുന്നു എന്നറിയോ. ഇപ്പോഴെൻ്റെ വായിൽ വെള്ളം വരിക ഈ ഫുഡ് കാണുമ്പോൾ. എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നോണ്ട്. എനിക്ക് ഇത്ര നാൾ പച്ചക്കറി കഴിച്ചതിൻ്റെ ഒരു പ്രാന്ത് ഇപ്പോഴും വിട്ടും മാറിയിട്ടില്ല. അതും എനിക്ക് പുറത്തത്തെ ഷവായി, ഷവർമ്മ, അൽഫാം ഇങ്ങനത്തെ ഒന്നിനോട് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ചോറ്, ഉപ്പേരി, മീൻ വറുത്തത്. എനിക്ക് മീൻ കറി വേണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. ഇല്ല പരിപ്പൂട്ടാനും മീൻ വറുത്തതും ചിക്കൻ കറിയും ചോറും അങ്ങനെ എന്തെങ്കിലും ഒരു ചിക്കൻ്റെ മീൻ്റെ ഐറ്റം നമ്മളെ അടുത്ത് ഉണ്ടായാൽ മതി. മീൻകറി അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നാളേക്കുണ്ടാകുന്നു. പക്ഷെ കഴിച്ചു വന്നപ്പോൾ മീൻകറി ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ചെറിയ റീൽസിൻ്റെ അടുത്തൊരു വീഡിയോ ആട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ കയറ്റിയെന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ അമ്മേരെ വാല് മുള്ളു കുത്തി. അതാണ് അമ്മ അത് എടുക്കണേൻ്റെ ശ്രദ്ധയിലായിരുന്നു കേട്ടോ. അമ്മേനെ ഇതിലേക്ക് കറക്റ്റ് പോസിലേക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു എന്ന് ഈ വീഡിയോ എടുത്തതിൻ്റെ ശേഷമായിട്ട് ഞാൻ അറിയുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അമ്മേനെ ശ്രദ്ധിച്ചിരുന്നില്ല. അതിൻ്റെ ശേഷം നോക്കിയപ്പോഴാണ് എന്താ അമ്മ ഇങ്ങനെ ഇരിക്കണ വെച്ചപ്പോൾ അമ്മേരെ വാല് മുള്ളു കുത്തിയ കേസ് പറയുന്നത്. പിന്നെ ഫുഡെല്ലാം കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് TV ഒക്കെ കണ്ടു. ഇപ്പോൾ എൻ്റെ കാത്തുമ്പോൾ ഫുൾ ടൈം കുഞ്ഞിൻ്റെ അടുത്താണ്. ഇനിയിപ്പോൾ കുഞ്ഞൻ പോയാൽ ഉണ്ടാവും അവിടെ ഒരു വാശി. അതെനിക്ക് ആലോചിക്കാൻ വയ്യ. കാത്തുന് ഇഷ്ടപ്പെട്ട ആൾക്കാരൊന്നും കാത്തുൻ്റെ അടുത്തുനിന്ന് പോകുന്നത് കാത്തുന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാട്ടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇടത്തിരക്കണോ. ബൈ.